നമ്മൾ ഈ ലോകത്ത് ജനിച്ചു, ഇനി കുറച്ചു കാലം ജീവിക്കും, അതിനുശേഷം മരിക്കും. നമ്മൾ എന്തിനാണ് ജനിച്ചത് നമുക്ക് തന്നെ അറിയില്ല, നമ്മൾ എന്തിനാണ് ഈ ലോകത്ത് ജീവിക്കുന്നതെന്ന്. അങ്ങനെയുള്ള അവസ്ഥ കൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ പറ്റാത്തത്. നമ്മൾ എന്തിനു ജീവിക്കുന്നു എന്ന ആ ജീവിത ലക്ഷ്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ ഓരോ ദിവസവും ജീവിക്കാൻ പറ്റും. അതെങ്ങനെ കണ്ടുപിടിക്കും? ഈ പേർപ്പസ് എന്താണെന്നൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കൽ കുറച്ച് പാടാണ്. അത് വലിയ ഒരു ടാസ്ക്കായി എടുത്തിട്ടാണ് പല ആളുകളും ജീവിക്കുന്നത്. റിയാലിറ്റിയിൽ അത് കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ ആ കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മളെ സന്തോഷത്തിൻ്റെ രഹസ്യം നമ്മൾ കണ്ടുപിടിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതിനെന്താ വേണ്ടത്? ഇക്കിഗായ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട്. പക്ഷേ നമുക്കതിൻ്റെ കുറച്ച് ഇൻഡെപ്ത് നമ്മളോട് തന്നെ പല ചോദ്യങ്ങളും ചോദിച്ച് നമ്മളെ ഉള്ളിൽ നിന്ന് കണ്ടെത്തി നിങ്ങളെല്ലാവരുടെയും പേർപ്പസ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് വേണ്ടത് നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? അതാണ് ഇക്കിഗായിലും പറയുന്നത്. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഏറ്റവും സന്തോഷം കൊടുക്കുന്ന കാര്യം എന്താണെന്നുള്ളതാണ് അവർ ഫസ്റ്റ് ചോദിക്കാൻ പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ തന്നെ എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്നറിയോ? രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ദിവസത്തിൽ നമ്മളിങ്ങനെ ലേസി ആയിരിക്കുന്നു, നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നു, ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം വിടുക. നിങ്ങൾ ജീവിതത്തിൽ ചെറുപ്പം മുതൽ കുട്ടിക്കാലം മുതൽ നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് തോന്നുന്ന, നിങ്ങൾക്ക് എത്ര സംസാരിച്ചാലും മതി വരാത്തൊരു കാര്യം ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രണ്ട്, ആ ഫ്രണ്ടിന് നിങ്ങൾക്ക് സ്പെഷ്യൽ ഇഷ്ടം തോന്നാൻ കാരണം ഞാൻ ഈ സബ്ജക്റ്റിനെ കുറിച്ച് ഞങ്ങളിങ്ങനെ വാതോരാതെ സംസാരിക്കും, അത് ഞങ്ങളെ രണ്ടിൻ്റെയും ഐഡിയ ഒന്നാണ്, അല്ലെ വൈബ്രേഷൻ ഒന്നാണ്, ഞങ്ങളുടെ വേവ് ലെങ്ത് ഒന്നാന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറില്ലേ? അങ്ങനെ നിങ്ങൾ എന്തിനെങ്കിലും പറ്റിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇഷ്ടപ്പെട്ട് സംസാരിക്കാറുണ്ടോ? പിന്നെ എന്തിനെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെപ്പറ്റി എത്ര വായിച്ചാലും നിങ്ങൾക്ക് മതിയാവില്ല, നമുക്കത് ബോറടിക്കുകയില്ല ആ സംഭവത്തിൽ. ഈ കാര്യം എന്ന് പറയുന്നത് എല്ലാവരും പൊതുവെ എന്താ പറയുകയെന്നറിയാം? ഡാൻസ് കളിക്കുന്നത്, പാട്ട് പാടുന്നത്, ഇതൊന്നും പേർപ്പസ് അല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ എന്താണെന്നറിയാം, ഈ കഴിവുകളൊന്നും ഇല്ലാത്തവർ വിചാരിക്കും എനിക്ക് ഇങ്ങനത്തെ കഴിവൊന്നുമില്ലല്ലോ, അപ്പോൾ എൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് അതെനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ, അത് വലിയൊരു ടാസ്ക്കായിട്ട് എടുക്കും. റിയാലിറ്റിയിൽ നിങ്ങൾ ഫാമിലീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെയാണ് സ്പെൻഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ചില്ലാക്കി ട്രിപ്പൊക്കെ പോകുന്നതാണ് എനിക്ക് ഏറ്റവും ലൈഫിൽ ഇഷ്ടപ്പെട്ടത്, അത് ഞാൻ ഒരിക്കലും മടുക്കൂല. അല്ലെ ഒറ്റയ്ക്ക് യാത്ര പോകുന്നതാണ് എനിക്കിഷ്ടം എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ എനിക്കിങ്ങനെ മൂവി കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം എന്ന് വിചാരിക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യാനുള്ള കാര്യം ഉണ്ടാകും. അത് നമ്മളെല്ലാവരും കരുതി വെച്ച സോക്കോൾ ആ പാറ്റേണിലേ അല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ചെറുപ്പം മുതൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട് സംസാരിക്കുന്നത് നിങ്ങളെല്ലാവരും പറയും നിങ്ങളതിൽ സൂപ്പറാട്ടോ, നിങ്ങൾ ഭയങ്കര ദയവുള്ള ആളാട്ടോ, നിങ്ങൾ കേൾക്കാൻ നല്ല ആളാണ്, ക്ഷമയോടെ എന്നെ ഇത്രയും കേട്ടല്ലോ, അതിന് എനിക്ക് ഭയങ്കര സന്തോഷം. ചിലർ വന്നിട്ട് നമ്മളടുത്ത് പ്രോബ്ലംസ് ഷെയർ ചെയ്യും. അങ്ങനെ നമുക്ക് പലരും നമ്മളെ വന്നിട്ട് പ്രശംസിക്കാറില്ലേ പല കാര്യങ്ങളിലും. ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ, നീ ഇതിൽ സൂപ്പറാന്ന് പറയില്ലേ. അങ്ങനെ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കാൻ കഴിയുന്ന, ഏറ്റവും ബെസ്റ്റ് നിങ്ങളത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഏത് മേഖലയാണെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യാനാണ് പറയുന്നത്. അടുത്തത് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കാര്യം നമുക്കിപ്പോൾ ചൂസ് ചെയ്ത് കിട്ടിയെന്ന് വിചാരിക്കുക. എനിക്ക് എൻ്റെ ഫാമിലീൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് ഇഷ്ടം. വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ എത്ര സിനിമകൾ വേണേലും കാണുമെന്ന് വിചാരിക്കുക. അടുത്ത ചോദ്യം എന്താണെന്നറിയോ? നിങ്ങൾക്ക് അതിൽ നിന്ന് പണം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളത്. അവിടെയാണ് നമ്മൾ ഡൗട്ട് വരിക. നമ്മൾ പല പേർപ്പസും ചിലപ്പം പണമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം നിങ്ങൾ ചിന്തിക്കുക, മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും മാത്രം മതി നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ. അത് എന്ത് കാര്യമാണോ നിങ്ങൾ ചെയ്യുന്നത് അതിൽ നിങ്ങൾ ബെസ്റ്റായിട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളെ പേർപ്പസ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾ ഈ കംപ്ലീറ്റ് ഇഷ്ടത്തോടെ 100% സന്തോഷത്തോടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ. അപ്പോൾ മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സംഭവം എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതിയല്ലോ. ആ സംഭവം അവിടെ നിൽക്കട്ടെ. അത് നിങ്ങൾക്ക് പണമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളത് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെ പേർപ്പസ് നിങ്ങൾക്ക് മനസ്സിലായതിന് ശേഷം കമൻറ്റ് ചെയ്യുക. അത് പണമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞുതരാം. അടുത്തത് ഇവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഈ പേർപ്പസ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് അതുകൊണ്ടൊരു ഗുണമുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണമെന്നാണ്. നമ്മളൊരു ചെടിക്ക് വെള്ളം നനയ്ക്കുന്നതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വിചാരിക്കുക. ആ കാര്യത്തിൽ തന്നെ ഒരു പേർപ്പസ് ഉണ്ട്, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവും. എങ്ങനെയാ അതിൽ നിന്ന് വരുന്ന ഓക്സിജൻ എല്ലാവരും ഉപയോഗിക്കില്ലേ? അതിൽ നിന്നൊരു പൂവ് വരും, തേൻ വരും, വണ്ട് വരും, ഇങ്ങനെ അതെല്ലാം നമ്മൾ ഈ യൂണിവേഴ്സിൽ എല്ലാ സംഭവങ്ങളും കണക്റ്റഡ് ആണ്. അപ്പം നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദം, ആരെയും വേദനിപ്പിക്കരുത്, ഉപദ്രവിക്കരുത് എന്നേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന എന്ത് പേർപ്പസും മറ്റുള്ള ഒരു ചെറിയ കമ്മ്യൂണിറ്റി ആയാൽ പോലും ഫലം അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം എന്നാണ് പറയുന്നത്. നമ്മൾ എന്തിനു ജീവിക്കുന്നു എന്നതിൻ്റെ ലക്ഷ്യം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതേ ഉള്ളൂ. ആ ലക്ഷ്യം എന്ന് പറയുന്നത് റിയാലിറ്റിയിൽ നമ്മൾ ഈ മറ്റുള്ളവർക്ക് സർവീസാണ്,
പണമാണ്, പിന്നെ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉപരി നമ്മൾ ചിന്തിക്കേണ്ട ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണോ? നമ്മൾ രാവിലെ എണീക്കുമ്പം ഇവരെല്ലാവരും പറയും അലാം വെക്കാതെ എണീക്കാൻ നമുക്ക് പറ്റണമെന്ന്. റിയാലിറ്റിയിൽ അങ്ങനെ തന്നെയാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പച്ചക്കറിയൊക്കെ നടുന്നതും അത് നനയ്ക്കുന്നതും അതിൽ പൂ വരുന്നത്, കാ വരുന്നത്, ഇങ്ങനെ അതിനെ പരിപാലിക്കുന്നതൊക്കെ ആണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായി രാവിലെ എണീക്കും. നമ്മളെ പൂന്തോട്ടത്തിൽ നമ്മൾ പോവും, നമ്മളെ പച്ചക്കറി തോട്ടത്തിൽ നമ്മൾ പോവും. നമുക്കത് തരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ? നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വേണേലും അതിൻ്റെ ഒപ്പം നിന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അതിനെക്കുറിച്ച് പഠിച്ച് എന്ത് വളം ഇടണം, അതിനെ എങ്ങനെയാണ് പോളിനേഷൻ ചെയ്യിക്കുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ വൃത്തിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു എഫേർട്ട് ഇടും. അങ്ങനെ നിങ്ങൾക്ക് ഒരു സംഭവം എന്തെങ്കിലും കാര്യം ഉണ്ടാവും നമ്മളെ ജീവിതത്തിൽ. ചിലർക്ക് ക്ലീൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. OCD അല്ലാട്ടോ ഉദ്ദേശിച്ചത്. അല്ലാതെ ഒരു ക്ലീനിങ് പ്രോസസ്സ് ആയിരിക്കും ചിലർക്ക് ഇഷ്ടം. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജി ഷിഫ്റ്റിംഗ് ആണ് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ. അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ നീറ്റാക്കി ക്ലീൻ ചെയ്ത് വെക്കും. ഇന്നിപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ, ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ടൈം ലാപ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഏരിയ മൊത്തം അൺക്ലീൻ ആയിട്ടുള്ള ഒരു വേർഷൻ ഉണ്ടാവും. അവരത് ക്ലീൻ ആക്കി വെക്കുന്നത് ഇങ്ങനെ ടൈം ലാപ്സിൽ കൊടുക്കും, വീഡിയോ ഇങ്ങനെ ക്ലീൻ ആക്കുന്നത്. അത് കാണുമ്പോൾ ബാക്കിയുള്ളവർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? എനർജി ഷിഫ്റ്റാണ് ഉണ്ടാകുന്നത്. ഒരു അലങ്കോലായിരിക്കുന്ന സ്ഥലം ക്ലീൻ ആകുമ്പോൾ നമ്മൾ എനർജി ഷിഫ്റ്റാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ നമുക്ക് എന്തോ ആയിക്കോട്ടെ, ഈ ലോകത്ത് ജീവിക്കുമ്പം നമുക്ക് ചെറുപ്പം മുതൽ നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ വീട് വൃത്തിയാക്കുമ്പോൾ അമ്മയച്ഛനൊക്കെ വന്നിട്ട് പറയില്ലേ, ഓ ഇവള് വീട് വൃത്തിയാക്കാൻ മിടിക്കുക, ഇവളെ ഏൽപ്പിച്ചാൽ മതി, ഇവള് വൃത്തിയാക്കുന്ന പോലെ വേറെ ആർക്കും വൃത്തിയാക്കാൻ പറ്റില്ല, അങ്ങനെ പറയുന്നതൊക്കെ കേട്ടിട്ടില്ലേ നമ്മൾ? അപ്പം നമ്മളെ മറ്റുള്ളവർ പ്രശംസിക്കുന്ന കാര്യമായിരിക്കണം, നമുക്ക് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യമായിരിക്കണം, നമുക്ക് എത്ര ചെയ്താലും മതിയാവാത്ത കാര്യമായിരിക്കണം, നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്ത് അതുപോലെ ചെയ്യുന്ന ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കണം. ഇങ്ങനെയൊക്കെ നിങ്ങളെ തന്നെ ഒന്ന് അന്വേഷിച്ച് നോക്കുക. നിങ്ങളിൽ തന്നെ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക, ഞാൻ എന്തിലാണ് ഹാപ്പി ആയിരിക്കുന്നത്. അങ്ങനെ നമ്മളെ പർപ്പസ് കണ്ടെത്തുക. ഇത് നിസ്സാരാന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യവും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതിനെ എങ്ങനെ പണവുമായിട്ട് കണക്ട് ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കാനായിരിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. പിന്നെ മറ്റുള്ളവർക്കൊരു ഹെൽപ്പാക്കി മാറ്റുക. നമ്മൾ പണമായിട്ട് റിലേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ അത് മറ്റുള്ളവർക്ക് ഹെൽപ്പ് എന്ന രീതിയിലേക്ക് മാറും. അപ്പോൾ ആ പണമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ള ഐഡിയ നിങ്ങൾ ഈ കമൻറ്റായിട്ട് ചെയ്താൽ മതി. ഞാൻ ആ കമൻറ്റ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് അതിനുള്ള വഴികൾ ഞാൻ സജസ്റ്റ് ചെയ്യാം. പല വഴികൾ സജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ചൂസ് ചെയ്യാം. അങ്ങനെ നമുക്കും നമ്മളെ പർപ്പസ് എല്ലാവരെ പോലെയും കണ്ടുപിടിക്കാം, സന്തോഷത്തോടെ ജീവിക്കാം. ഈ ലോകത്ത് എന്തിനാണ് ജീവിക്കുന്നതെന്ന് എനിക്കും അറിയാം. ഞാനും മറ്റുള്ളവരെ പോലെ എൻ്റെ പർപ്പസ് കണ്ടെത്തി ഞാനും കംപ്ലീറ്റ് ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആണ്. മരിക്കുമ്പോൾ പോലും നമ്മളെ സോള് ഭയങ്കര സാറ്റിസ്ഫാക്ഷനോടെ ആയിരിക്കും മരിക്കുക, തൃപ്തിയോടെ ആയിരിക്കും നമ്മൾ ജീവിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഒരു ജീവിതം നമുക്കും വേണ്ടേ? എല്ലാവരെ പോലെയും സന്തോഷത്തോടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ പോലെ നമുക്കൊരു ജീവിതം വേണ്ടേ? അതിനെന്താ വേണ്ടത്? നമ്മളെ പർപ്പസ്, ജീവിത ലക്ഷ്യം നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നിങ്ങൾ ഈ വീഡിയോ ഹെൽപ്പ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു.